ചരക്ക് സേവന നികുതി അഥവാ GST പോയത് വലിയ പ്രതീക്ഷകളോടെയാണ്. അതായത് ചരക്ക് സേവന നികുതി പിരിക്കുന്നത് അവസാന ഉപഭോക്താവിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നികുതി വരുമാനത്തിൽ കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിൽ വലിയ വളർച്ചയുണ്ടാകുമെന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞിരുന്നതും അതൊക്കെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ GST വന്നതിന് ശേഷം കേരളത്തിന്റെ നികുതി വരുമാനം കാര്യമായ തോതിൽ വളർന്നില്ലെന്ന് മാത്രവുമല്ല, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളർച്ച താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. അതെന്തുകൊണ്ട്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പ്രശ്നം, അതായത് GST കൊണ്ടുവന്ന നാൾ മുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, ആഗോള തലത്തില് GST നടപ്പാക്കിയ രാജ്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ രണ്ട് തരം നിരക്കുകൾ മാത്രമാണ്, അപൂർവം രാജ്യങ്ങൾ മാത്രമേ 3 നിരക്ക് എന്ന രീതിയിലൊക്കെ എടുത്തിട്ടുള്ളൂ. എല്ലാവരും തന്നെ 2 അല്ലെങ്കിൽ 1 എന്ന രീതിയിലാണ് നിരക്കുകൾ, അതായത് GST ചരക്ക് സേവന നികുതിയിലേക്ക് പോകാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം, അല്ലാതിരുന്ന സമയത്ത് അതായത് ആ വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് മുൻപ് മൾട്ടിപ്പിൾ റേറ്റ്സ് ആയിരുന്നു. ഓരോ ഉൽപ്പന്നത്തിനും ഓരോ നികുതി നിരക്ക് അത് കണക്ക് കൂട്ടുകയും ഒക്കെ വലിയ തലവേദനയായിരുന്നു. ആ തലവേദന പോലെ തന്നെ വരുമാനം, അതായത് അതുകൊണ്ട് സമാഹരണത്തിലും വലിയ പാളിച്ചകൾ പറ്റുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് GST കൊണ്ടുവന്നത്. GSTയിൽ പ്രധാനമായിട്ട് ഇന്ത്യയിൽ GST കൊണ്ടുവന്നത് 2017 ജൂലൈ 1 മുതലാണ്. അന്ന് GST കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഒരു GST സംസ്ഥാനതല സമിതിയെ നിയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു GST കൗൺസിൽ ഫോം ചെയ്തു. ആരൊക്കെയാണ് ഈ GST കൗൺസിലിലെ അംഗങ്ങൾ? ആ GST കൗൺസിലിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാർ, യൂണിയൻ ടെറിട്ടറികളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ധനമന്ത്രിയോ അല്ലെങ്കിൽ ശരിക്കും ധനമന്ത്രിമാർ യൂണിയൻ ടെറിട്ടറിയിൽ കാണണം എന്ന് നിർബന്ധമില്ല, അവിടുത്തെ ആ ഭരണത്തിന്റെ വ്യത്യസ്തത മൂലം. അങ്ങനെയാണെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ ആരാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിയോഗിക്കപ്പെടുന്നവര് പെടുന്ന ഓരോ യൂണിയൻ ടെറിട്ടറിയെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരുണ്ടാകും. കൂടാതെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഡെപ്യൂട്ടി, ഇത്രയും പേരാണ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ഇത്രയും പേരാണ് GST കൗൺസിലിൽ ഉണ്ടായിരിക്കുക. ഈ GST കൗൺസിലിന്റെ 60% അംഗീകാരത്തോടു കൂടിയാണ് ഓരോ തീരുമാനങ്ങളും നടപ്പാക്കുക. അപ്പം അങ്ങനെ സ്ഥാപിച്ച GST കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാണ് GST വരുമാനം, അതായത് ചരക്ക് സേവന നികുതി, എല്ലാ ഇൻഡയറക്റ്റ് ടാക്സസും വരുന്നത് ഈ ചരക്ക് സേവന നികുതി വഴിയായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുന്ന നികുതി വരുമാനം 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനത്തിനും എന്ന രീതിയിൽ വിഭജിക്കുക എന്ന തത്വത്തോടു കൂടിയാണ് GST ഇംപ്ലിമെന്റ് ചെയ്തത് 2017 ജൂലൈ 1. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിരുന്നു. അതായത് ആദ്യ ഘട്ടത്തില്, അതായത് നമുക്കറിയാമല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾ നടക്കാൻ പഠിക്കുമ്പോൾ അത് വീഴുന്നത് എന്ന് പറഞ്ഞതുപോലെ GST കൊണ്ടുവന്ന ആരംഭ ദശയിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് അതിലുണ്ടാകുന്ന കളക്ഷൻ പിഴവുകളും മറ്റും മൂലം വരുമാനം കുറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ നികുതി വരുമാനം കുറയുകയാണെങ്കിൽ അത് നികത്തി കൊടുക്കുക. അതിനുവേണ്ടി ഒരു GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. ആ സെസ് വഴി സമാഹരിക്കുന്ന ഫണ്ട് നഷ്ടം വരുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുക, അതായിരുന്നു തത്വം. ഇനി എങ്ങനെയാണ് ഈ നഷ്ടം കണക്കാക്കിയിരുന്നത്? അതും ശാസ്ത്രീയമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. പോയ 3 വർഷങ്ങളിലെ വരുമാനത്തിന്റെ ശരാശരി എടുക്കും. അതായത് പോയ 3 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ GST നടപ്പാക്കിയ വർഷം, നടപ്പാക്കിയതിന് ശേഷമുള്ള ആദ്യ വർഷം, നടപ്പാക്കുന്നതിന് മുൻപുള്ള അവസാന വർഷം, ഈ 3 വർഷങ്ങളിലെ വരുമാനത്തിന്റെ ശരാശരി എടുക്കും. അപ്പൊ അതില് പ്ലസ് ആകാം മൈനസ് ആകാം, അതിൽ വരുന്ന മൈനസ് അതായിരിക്കും കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുക. അപ്പൊ ഇപ്പൊ 2021 വരെയാണ് ആ കോമ്പൻസേഷൻ നൽകിയിരുന്നത്. അങ്ങനെ കോമ്പൻസേഷൻ ഫീ സെസ് പിരിച്ചിരുന്നു. സെസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് തന്നെ പിരിച്ചെടുക്കുന്നതാണ്.
പക്ഷെ എന്നിട്ടും നമ്മൾ പറഞ്ഞു കേട്ടു, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുകയല്ല, നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ കോമ്പൻസേഷൻ സെസ് ആയിട്ട് പിരിച്ചെടുത്ത ഫണ്ട് പോലും മുഴുവനും ഈ നഷ്ടം നികത്താൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതെ ആ സെസ് ഒരു ഭാഗമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് തന്നെ കൈക്കലാക്കി എന്ന കംപ്ലൈന്റ് നിലനിൽക്കുന്നു. അത് വെറും കംപ്ലൈന്റ് അല്ല, അത് കൃത്യമായ കണക്കുകളോടെയുള്ള കംപ്ലൈന്റ് ആണ് നിലനിൽക്കുന്നത്. ഏതായാലും 2021 ഈ പറയപ്പെട്ട കോമ്പൻസേഷൻ സെസ് കൊടുക്കുന്ന കാലാവധി തീരുന്നത്. അതിനുശേഷം ആ സെസ്സിന് എന്തെങ്കിലും സംഭവിക്കട്ടെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ പ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു വിളംബരം നടത്തി. അതായത് GST റീസ്ട്രക്ചർ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ രാജ്യങ്ങളിലും 2 അല്ലെങ്കിൽ 1 ഇങ്ങനെയാണ് നിരക്കുകൾ. GST ഈ മൾട്ടിപ്പിൾ റേറ്റ്സിന്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതെയാക്കാനാണ് ഇങ്ങനെ 1 അല്ലെങ്കിൽ 2 റേറ്റ് എന്ന രീതിയിലുള്ള സിംപ്ലിഫിക്കേഷൻ, ടാക്സ് സിംപ്ലിഫിക്കേഷൻ, അതിനുവേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എത്ര നിരക്കുകളാണ് GST കൊണ്ടുവന്നതിന് ശേഷവും നിലനിൽക്കുന്നത്? 0. അതായത് വളരെ നിർബന്ധിതമായ ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ഉൽപ്പന്നങ്ങൾ, അതും പാക്ക് ചെയ്യാത്തതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിനാണ് 0% ടാക്സ്, അതായത് നികുതി ഇല്ലാത്ത ഒരു പിടി ഉൽപ്പന്നങ്ങൾ. അത് കഴിഞ്ഞാൽ നികുതി തുടങ്ങുന്നത് 0.25%ലാണ്. അത് അൺകട്ട് ഡയമണ്ട്സിലാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് 3%, അത് വജ്ര സ്വർണ്ണ ആഭരണങ്ങൾക്കാണ്. എന്തുകൊണ്ടാണ് ഈ വജ്ര സ്വർണ്ണ ആഭരണങ്ങൾക്കും അൺകട്ട് ഡയമണ്ട്സിനും ഒക്കെ ഇത്ര താഴ്ത്തി നികുതി വെച്ചിരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്തത് 5%, അത് നിത്യോപയോഗ സാധനങ്ങൾക്കാണ്. അയ്യോ, നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% നികുതി ഏർപ്പെടുത്തിയിട്ട് ഡയമണ്ട് ഗോൾഡ് ജ്വല്ലറിക്കൊക്കെ 3% നികുതിയോ? ഇതെന്തൊരു തമാശ, നമുക്ക് തീർച്ചയായിട്ടും തോന്നും അല്ലേ? പക്ഷെ അതിനകത്തൊരു ലോജിക് ഉണ്ട്. ആ ലോജിക് എന്താണ്? അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് വിദേശത്തേക്ക് കയറ്റി അയച്ച് കിട്ടുന്ന നിക്ഷേപത്തിന്റെ ഒരു 19-20% ഈ വജ്ര ആഭരണങ്ങളുടെ, വെള്ളിയുമുണ്ട്, ആഭരണങ്ങളുടെ കയറ്റുമതിയിലൂടെയാണ്. ഇത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ 20% കിട്ടുന്നത് അതിൽ വഴിയായിട്ടാണെന്നുണ്ടെങ്കിലോ അത് എന്തുമാത്രം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്ന് ഓർക്കണം. ഹൈലി ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇതിന്റെ ഈ ഡയമണ്ട് കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവയൊക്കെ സ്വർണ്ണ വജ്ര ആഭരണങ്ങളാക്കി മാറ്റുന്നതൊക്കെ വലിയ തൊഴിലധിഷ്ഠിത ജോലികളാണ്. അപ്പൊ അതുകൊണ്ടും ആണ് ഇത്രയും കുറഞ്ഞ നിരക്കില് അത് വെച്ചിരിക്കുന്നത്. അതായത് 3% ഗോൾഡ്, വജ്ര, വെള്ളി ആഭരണങ്ങൾക്ക് ഈടാക്കുന്ന GST. എന്നിട്ട് നോക്കണം, കേരളത്തിൽ, ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% വിൽക്കുന്ന കേരളത്തില് 1000 രൂപ, 1000 കോടിയിൽ താഴെ വരുമാനമേ ഈ സ്വർണ്ണ വജ്ര നിർമ്മാണ സെയിലിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഒരു 30,000 കോടിയെങ്കിലും കിട്ടേണ്ടതാണ്. എല്ലാം നികുതി വെട്ടിച്ചു പോവുകയാണ്. അപ്പൊ നികുതി വെട്ടിയിൽ വ്യാപകമാണ് GST കൊണ്ടുവന്നതിന് ശേഷവും. അതുകൊണ്ടാണ് വരുമാനം കുറഞ്ഞു പോകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ഇനി അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ 0%, അത് കഴിഞ്ഞാൽ 0.25%, പിന്നെ 3%. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട നിരക്കുകൾ. ഈ 2 നിരക്കുകളെയും നമുക്ക് മാറ്റി നിർത്താം. പ്രധാനപ്പെട്ട നിരക്കുകൾ 5-ൽ തുടങ്ങുന്നു, 5%. അത് കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ തന്നെ ഉയർന്ന ശ്രേണിയിൽപ്പെട്ടതിന് 12% നിരക്ക്. പിന്നെ കുറച്ച് ലക്ഷറി ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, കൺസ്യൂമർ ഐറ്റംസിനാണ് 18%. പിന്നെ സൂപ്പർ ലക്ഷറി ഐറ്റംസിനാണ് 28%. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട നിരക്കുകൾ. ആഗോളതലത്തിൽ 2 നിരക്കുകൾ നിലനിൽക്കുമ്പോഴാണ് നമുക്കിങ്ങനെ 4 നിരക്കുകൾ, 5, 12, 18, 28, ഇങ്ങനെ 4 നിരക്കുകൾ നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെ 4 നിരക്കുകൾ നിലനിൽക്കുന്ന ഇന്ത്യയില് അത് മൾട്ടിപ്പിൾ റേറ്റ്സ് ആണെന്നും ഇത് GST കൊണ്ടുവന്നതിന്റെ ഗുണം കുറച്ചു കളഞ്ഞു എന്നും അത് നിറം മങ്ങിയെന്നും ഒക്കെയുള്ള കംപ്ലയിൻസ് ആദ്യം മുതലേ ഉണ്ട്. അത് തന്നെയുമല്ല, വലിയ തോതിൽ GSTയിൽ വെട്ടിയിലും നടക്കുന്നുണ്ട്. അത് സംസ്ഥാനതല GST ആണെങ്കിലും അന്തർ സംസ്ഥാന GST ആണെങ്കിലും
കേന്ദ്രതല GST ആണെങ്കിലും എല്ലായിടത്തും വേണ്ടതുപോലെ വെട്ടീര് നടക്കുന്നുണ്ട്. ഈ വെട്ടീര് തടയാൻ വേണ്ടി 2017 നവംബറിൽ തന്നെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു അതോറിറ്റിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചതിന് ശേഷവും അനുസ്യൂതം GSTയിലുള്ള നികുതി വെട്ടീര് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇടക്കാലത്ത് 2022 ബജറ്റിന് മുൻപായിട്ട് നിർമ്മല സീതാരാമൻ ഒരു 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 താക്കീത് നടത്തി. ഈ അതായത് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, മര്യാദയ്ക്ക് ജോലി ചെയ്തോ, മര്യാദയ്ക്ക് നികുതി വെട്ടീര് കണ്ടുപിടിച്ചോ. എന്തായാലും അവരുടെ ആ താക്കീത് ഏതാനും ഒരു 1-2 മാസക്കാലം കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ 58,000 കോടിയുടെ നികുതി വെട്ടീരാണ് കണ്ടെത്തിയത്. അതിനുശേഷം പറഞ്ഞു ആധാർ കാർഡ് വെച്ച് വേണം ഇനി ഈ GST കളക്ട് ചെയ്യാൻ. അതായത് GST പോർട്ടലിലേക്ക് അതായത് അതിന്റെ ആ പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, നേരിട്ട് കളക്ട് ചെയ്യുക അല്ല ചെയ്യുന്നത്. ഇപ്പൊ ഒരു ട്രക്കിലെ ഉൽപ്പന്നങ്ങൾ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ട്രക്കിലേക്ക് കയറ്റുമ്പോൾ തന്നെ ഇത്ര വാല്യൂ ഉള്ള ഇത്ര രൂപയുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ഒരു രസീത് ആ ഉൽപ്പന്നങ്ങൾ കയറ്റുന്നതോടൊപ്പം തന്നെ ടാക്സ് പോർട്ടൽ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിലും അപകടമുണ്ട്. കാരണം ഈ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യം മുഴുവനും ഈ നികുതി രസീതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വെരിഫൈ ചെയ്യേണ്ടതാണ്. പറഞ്ഞ ഉൽപ്പന്നം തന്നെയാണോ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഇങ്ങനെ പല അപകടങ്ങളും ഉണ്ട്. അതിനെയൊക്കെ പരിശോധിക്കാനാണ് ഈ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് പണ്ട് ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റുകൾ GST വന്നതോടെ നിർത്തലാക്കി. എന്തൊക്കെ നിരീക്ഷണങ്ങളാണോ ചെക്ക് പോസ്റ്റുകൾ വഴി നടത്തിയിരുന്നത്, അതേ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ചെക്ക് പോസ്റ്റ് ഇല്ലാതെ എവിടെയും കൈ കാണിച്ച് ട്രക്കോ ലോറിയോ കാറോ വാട്ടെവർ ഇട്ട് നിർത്തി പരിശോധിക്കാൻ ഉള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അങ്ങനെ അവരുടെ ധർമ്മം തുടങ്ങി. അങ്ങനെ അന്ന് 58,000 കോടിയുടെ കണ്ടുപിടുത്തം നടത്തിയതോടുകൂടി തന്നെ ഇനി അതായത് എങ്ങനെയാണ് ഈ ആധാർ കാർഡൊന്നും ഇല്ലാതെ ഈ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫേക്ക് ITC, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഫേക്ക് ITC അപ്ലോഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ തിരിമറി നടത്തിയത്. അപ്പോൾ ഫേക്ക് ITC വരാതിരിക്കാനാണ് ആധാർ കാർഡും കൂടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അതിനകത്ത് ചേർത്തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ മന്ത്രി പദവി തീരുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ആലുവായിൽ നിന്ന് തന്നെ പെരുമ്പാവൂർ നിന്ന് തന്നെ പിടിച്ചു 4-5 പ്ലൈവുഡ് കമ്പനികൾ. അങ്ങനെ കമ്പനികളേ ഇല്ല, പക്ഷേ അങ്ങനെ കമ്പനികളുടെ ITC പിന്നെ ആധാർ കാർഡൊക്കെ ചേർത്തിട്ടുള്ള ITC അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അങ്ങനെയുള്ള ആധാർ കാർഡും ഇല്ല. അതായത് അതിന്റെ ഉടമകൾ, ഈ ആധാർ കാർഡുകളുടെ ഉടമകള് അറിഞ്ഞിട്ട് പോലും ഇല്ല, എന്തെങ്കിലും വ്യവസായത്തെ പറ്റി എന്തെങ്കിലും അറിവുള്ളവരുമല്ല. അപ്പൊ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മോഷ്ടിച്ച ആധാർ കാർഡ് വെച്ച് തന്നെ ആണ് ഇല്ലാത്ത കമ്പനികൾ ഇങ്ങനെ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തത്. 5 കോടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ആണ് അന്ന് ഡോക്ടർ ഐസക് കണ്ടെത്തിയത്. അപ്പം സർവത്ര ഈ അടുത്ത കാലത്താണ് നമ്മൾ ബയോഡീസൽ എന്നും പറഞ്ഞുകൊണ്ട് ശരിയല്ലാത്ത, അതായത് ഭയങ്കര അപകടകരമായ തരത്തിലുള്ള സാധനം ബയോഡീസൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നവരെ GST വകുപ്പ് കണ്ടെത്തും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള അഴിമതിക്കും കളമൊരുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ ഒട്ടാകെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നികുതി വരുമാനത്തിൽ നിന്ന് വലിയ വർധനം ഉണ്ടാകാതെ പോയത് GST കൊണ്ടുവന്നതിന് ശേഷവും. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ഒന്നാമത് നമ്പർ ഓഫ് ടാക്സസ് കൂടുതലാണ്, 4. അന്താരാഷ്ട്ര തലത്തിൽ 2 ഉള്ളപ്പോൾ ഇന്ത്യയിൽ 4. പിന്നെ അതുകൂടാതെ വലിയ തോതിൽ നികുതി വെട്ടീര് നടക്കുന്നു. ഇതൊക്കെ കാരണം കൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പരിഷ്കരണത്തിലേക്ക് പോകാം. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് തോന്നുന്ന മറ്റൊരു കാരണമുണ്ട്. ഇതിപ്പം നികുതി ഇളവ് ചെയ്യുകയാണ്. അതായത് ഈ 4 റേറ്റിനെ 2 റേറ്റ് ആക്കി കുറയ്ക്കുന്ന പറഞ്ഞാൽ 28% എന്ന് പറഞ്ഞ ഒരു റേറ്റേ വേണ്ടെന്ന് വെച്ചു, അത് 18% മെർജ് ചെയ്യും. അതുപോലെ നേരത്തെ 18% ഉണ്ടായിരുന്നതും 12% ഉണ്ടായിരുന്നതുമായ ഒരുപാട് ഉൽപ്പന്നങ്ങളെ 5% മെർജ് ചെയ്യും. അപ്പൊ വലിയ നികുതി ഇളവാണ് ഇവിടെ വരുന്നത്. ഈ നികുതി ഇളവിന്
ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കണ്ടെത്തുന്നത് ട്രംപ് ഇമ്പാക്റ്റ് ആണ്. അതായത് ട്രംപ് 50% വരെ താരിഫ് ഏർപ്പെടുത്തും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്.